നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ് ബൈ അനു. ഓണ സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം. എനിക്കിന്നൊരു ഓണാഘോഷം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ട്രഡീഷണൽ അറ്റയർ ഇട്ടത്. പിന്നെ ഇന്ന് നമ്മൾ ഓണം സീരീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. ഓലൻ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ട്രിവാൻഡ്രത്ത് ഓലൻ ഉണ്ടാക്കുന്നത് വൻപയറും പിന്നെ നമ്മുടെ കുമ്പളങ്ങ, ചേമ്പ് ഇതൊക്കെ ചേർത്തിട്ട്, തൊണ്ടൻ മുളകൊക്കെ ചേർത്തിട്ടാണ്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഓലൻ ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഓലൻ. അപ്പോൾ എങ്ങനെയാണ് ട്രിവാൻഡ്രത്തിൻ്റെ തനി നാടനായിട്ടുള്ള ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഓലൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടിട്ട് വരാം. അമ്മയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യത്തെ ഓണം വ്ളോഗിൽ എല്ലാം അമ്മ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ കയറി കൈ കടത്താത്തത്. അപ്പോൾ അമ്മയ്ക്കും ഇഷ്ടം അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചു വന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടെ സന്തോഷമുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എൻ്റെ കയ്യിലേക്ക് എത്തി ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും കുറച്ച് മാറ്റങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് വേണ്ട, തനി നാടനായിട്ടുള്ള രീതിയിൽ ഇപ്രാവശ്യത്തെ സദ്യ എല്ലാം അമ്മ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ തന്നെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗുകളിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത്. പിന്നെ കുക്കിംഗ് വ്ളോഗ് മാത്രമായിരിക്കത്തില്ല, ഞാൻ അല്ലാതെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇനി വരുന്ന വ്ളോഗുകളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്ത് ഈ ദിവസം ഇന്നത് അപ്ലോഡ് ചെയ്യാം, ആ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന് എൻ്റെ എല്ലാ വ്ളോഗും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓലൻ. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ: വൻപയർ വേവിച്ചത്, തൊണ്ടമുളക് 2 എണ്ണം, പാൽച്ചേമ്പ് 1 എണ്ണം, മത്തങ്ങ, തേങ്ങ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില. അരമുറി തേങ്ങയുടെ പാലെടുത്തു. ഇത് 1-ാം പാല്, 2-ാം പാല്. പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി പാചകം ചെയ്യാം. അടുപ്പിൽ വയ്ക്കാം, കത്തി കത്തിക്കാം, വൻപയർ തട്ടാം. മത്തങ്ങ തട്ടാം. ചേമ്പ് തട്ടാം, പാൽച്ചേമ്പ് അരിഞ്ഞ് തട്ടാം. തൊണ്ടൻ മുളക് അരിഞ്ഞിടാം. 2-ാം പാൽ വേണം വേവിക്കാൻ. 2-ാം പാലിൽ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഇനി അടച്ചു കൊടുക്കാം. ഇളക്കിയിട്ട് അടച്ചു കൊടുക്കാം. ഒരു വിസിൽ കേൾക്കുമ്പോൾ അടയ്ക്കാം. ആഫ് ചെയ്യാം അടുപ്പ്.
അടയ്ക്കുക. ഒരു വിസിൽ കേട്ടിട്ട് നമുക്ക് തുറക്കാം. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. വെന്ത് കഴിഞ്ഞു. വെന്ത് കഴിഞ്ഞു. നമുക്ക് ആദ്യത്തെ പാലൊഴിക്കാം. ആദ്യത്തെ പാലൊഴിക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇളക്കാം. ഒരു ചെറു തീ വെച്ച് കൊടുക്കാം. സിമ്മിലാക്കി കൊടുക്കാം. ഒന്ന് ഇളക്കാം. ഓലൻ ആയിക്കഴിഞ്ഞു. ഇനി ഇത് പാത്രത്തിലോട്ട് ആക്കണം. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഓലൻ സ്വാദിഷ്ടമായ ഓലൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.